എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് വെരി റവറൻഡ് ഫാദർ ഇടിക്കുള്ള ഡാനിയൽ കോർ എപ്പിസ്കോപ്പ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ ചന്ദനപ്പള്ളി പന്തപ്ലാവിൽ ചെറിയാൻ ഇടിക്കുള റാഹേൽ ഇടിക്കുള ദമ്പതികളുടെ മകനായി 1959 ഏപ്രിൽ 30 ജനിച്ചു. ചന്ദനപ്പള്ളി ഗവൺമെൻറ് LPS, കൈപ്പട്ടൂർ സെയിൻറ് ജോർജ് മൗണ്ട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും സ്വന്തമാക്കി. ത്രിയേക ദൈവത്തിൻ്റെ വന്നുതരുന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇടിക്കുള ദാനിയൽ കോർ എപ്പിസ്കോപ്പ ചന്ദനപ്പള്ളി പന്തപ്ലാവിൽ ചെറിയാൻ ഇടിക്കുളയുടെയും റാഹേൽ ഇടിക്കുളയുടെയും മകനായി 1959 ഏപ്രിൽ 30 ജനിച്ചു. 6 സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ട്. ഞാൻ ചന്ദനപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രം സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയ അംഗമാണ്. എൻ്റെ ബാല്യകാലം ചന്ദനപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിലെ പഠനവും കൈപ്പട്ടൂർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് മൗണ്ട് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠനവും പൂർത്തിയാക്കി. സൺഡേ സ്കൂൾ കാലഘട്ടവും 10ാം ക്ലാസ് വരെയുള്ള പഠനവും യുവജന പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളായി YMCA യൂണിവൈ ക്ലബ്ബ് എന്നിവയിൽ കൂടി ആത്മീയമായൊരു പ്രചോദനം നൽകി വൈദിക സെമിനാരിയിലേക്ക് പഠിക്കുവാനുള്ളതായ പ്രചോദനമുണ്ടായി. 75 കാലഘട്ടത്തിലെ SSLC പഠനത്തോടനുബന്ധിച്ച് പരിശുദ്ധ മദ്ബായിലെ ശുശ്രൂഷയ്ക്കായി പ്രവേശിച്ചു. അന്ന് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ഈ പരിശുദ്ധ ദേവാലയത്തിൽ എഴുന്നള്ളി. അന്നത്തെ വികാരിയമാർ ആയിരുന്ന AJ ഗീവർഗീസ് കൊപ്പാറയുടെയും മാവേലിൽ ഡേവിഡ് കോർ എപ്പിസ്കോപ്പ അച്ഛൻ്റെയും ശിക്ഷണത്തിൽക്കൂടെയുള്ള പഠനം നിർവഹിച്ചപ്പോൾ 76 അനുബന്ധിച്ച് ഒട്ടക്കുന്നൽ ബാവ അതേപോലെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ്റെ പാവനകരങ്ങളാൽ മദ്ബഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ചു. തുടർന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും കഴിഞ്ഞ് 1982 കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിനായി പ്രവേശിച്ചു. 82-86 കാലഘട്ടത്തിലെ പഠനത്തിനോടനുബന്ധിച്ച് 85 മുൻ പേര് പറഞ്ഞതായ വട്ടക്കുന്നേൽ ബാവായുടെ പാവനകരങ്ങളാൽ തന്നെ വൈദിക വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾ 14 പേര് ഒരുമിച്ച്
ഷമ്മാശ പദവിയിലേക്ക് ഉയർത്തുവാനായി ഇടയായി. അതിനുശേഷം ഒരു വർഷത്തെ പഴയ സെമിനാരി പഠനത്തിന് ശേഷം 1986 ഓഗസ്റ്റ് മാസം 23 തുമ്പമൺ ഭദ്രാസന അധിപന്മാരായിരുന്ന ദാനിയൽ മാർ പീലക്സീനോസ് തിരുമേനിയും അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയും പത്തനംതിട്ട ബേസിൽ അരമനയിൽ വെച്ച് വൈദിക പട്ടത്വം നൽകി അനുഗ്രഹിച്ചു. 1986 സെപ്റ്റംബർ 1 മുതൽ വികാരിയായി സേവനമനുഷ്ഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ആദ്യത്തെ ഇടവക തോണിക്കടവ് മാർ ഗ്രിഗോറിയോസ് പള്ളി ആയിരുന്നു. അതിനുശേഷം പറന്തൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അരമന പള്ളി, തുടർന്ന് ഒരു 5 വർഷക്കാലം ബോംബെ ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ട് ഇടയായി. അന്നത്തെ ഭദ്രാസന മെത്രാപ്പോലീത്ത ബോംബെ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്യ തിയോഫിലോസ് തിരുമനസ്സുകൊണ്ട് ഗുജറാത്ത് ഏരിയയിലേക്ക് നിയമിച്ചു. ഏതാണ്ട് 5 വർഷക്കാലം 6 പള്ളികളുടെയും വികാരിമാരായി സേവനമനുഷ്ഠിക്കുവാൻ ഒരേ കാലഘട്ടത്തിൽ, തുടർന്ന് 4 കോൺഗ്രിഗേഷനുകൾ സ്ഥാപിക്കുവാനും അവിടെ ആരാധന തുടങ്ങുവാനും സാധിച്ചു. ഒരു മഹാഭാഗ്യമായി കരുതുകയാണ്. തുടർന്ന് നാട്ടിലേക്ക് തിരികെ വരികയും തുമ്പമൺ ഭദ്രാസനത്തിൽ തന്നെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ 86 കാലഘട്ടത്തിൽ വൈദികനാകുന്നതിന് മുമ്പ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള നിയമമനുസരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 86 ജൂലൈ 6-ാം തീയതി ആയിരുന്നു. എൻ്റെ ഭാര്യ കോഴഞ്ചേരി കാട്ടൂർ ചെറുതോടത്തിൽ ജോർജിൻ്റെയും അമ്മണിയുടെയും മകൾ റേച്ചൽ CG ആണ്. സഹധർമ്മിണി മാനേജ്മെൻറ്റ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ ഫാദർ ജേക്കബ് ഡാനിയൽ അച്ഛനാണ്. കുടുംബമായി എന്നോടൊപ്പം അടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. മൂത്ത മകന് 2 മക്കളുണ്ട്. മൂത്ത മകനും ഇളത് മകളും. എൻ്റെ ഇളയ മകൻ കുടുംബമായി ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. ഇളയ മകൻ്റെ പേര് ജോർജ് ഡാനിയൽ. 2 പെൺമക്കൾ അവർക്കുണ്ട്. 1982-86 കാലഘട്ടത്തിൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തീകരിച്ചു. 1986 ഓഗസ്റ്റ് 23 അഭിവന്യരായ ദാനിയൽ മാർ പീലക്സീനോസ്, ഫിലിപ്പോസ് മാർ യൗസേബിയോസ് എന്നീ പിതാക്കന്മാരിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. പുരോഹിതനായതിനു ശേഷം ബോംബെ ഭദ്രാസനത്തിൽ 5 വർഷത്തോളവും തുടർന്ന് തുമ്പമൺ ഭദ്രാസനത്തിന്റെ വിവിധ ഇടവകകളിൽ വികാരിയായും ശുശ്രൂഷകൾ നിർവഹിച്ചു. സൺഡേ സ്കൂളും ബാലസമാജവും YMCAയും യൂണിവേ ക്ലബും ഒക്കെ ഒരു ദൈവവിളിയായി, അതിൻ്റെ പ്രചോദനമായി വൈദിക സെമിനാരി പഠനത്തിന് വേണ്ടി ഉള്ള ഒരുക്കകാലമെന്ന് പറയാം.
എനിക്ക് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും, എൻ്റെ പിതാവ് ഞാൻ പറഞ്ഞല്ലോ 12 മണിക്ക്, രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. 7 യാമങ്ങളിലെയും പ്രാർത്ഥന എൻ്റെ പിതാവ് കൃത്യസമയങ്ങളിൽ നിർവഹിക്കുന്ന ആളായിരുന്നു. യാത്രയ്ക്കിടയിൽ പോവുകയാണെങ്കിൽ അവിടെയും പ്രാർത്ഥിക്കും. യാത്ര തിരിച്ചു വന്ന് വീട്ടിൽ ആ സമയങ്ങളിലാണെങ്കിൽ ആ സമയത്തും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള മാതാപിതാക്കളുടെ മകനായി, ഇരട്ടയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുപോലെ സഹോദരങ്ങളുടെ, ജ്യേഷ്ഠ സഹോദരങ്ങളുടെ ഒക്കെ ജീവിത രീതിയും പഠനങ്ങളും ഒക്കെ കണ്ട് പഠിച്ചതായ എനിക്ക് വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം. അതേപോലെ രണ്ടാമത്തെ ഒരു സംഭവമാണ്, ഇവിടെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വന്നിട്ടുള്ളതായ വൈദിക ശ്രേഷ്ഠർ, ഇവിടുത്തെ വികാരിമാരായിട്ടുള്ളവർ, ഇടവകയിലെ പട്ടക്കാരായിട്ടുള്ളവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, 2 പേര്. അവരുടെയൊക്കെ മാതൃകാപരമായ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന 76 തന്നെ പരിശുദ്ധ മധുവയിൽ പ്രവേശിക്കാനുള്ളതായ അവസരമുണ്ടായതും അതിനുശേഷം 82-86 കാലഘട്ടത്തിൽ വൈദിക സെമിനാരിയിൽ പഠനത്തിനുള്ളതായ സാധ്യതകളുണ്ടാകുന്നു. അതൊരു ദൈവവിളിയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം, ഈ നിലയിലാകുവാൻ തക്കവണ്ണം ഉള്ളൊരു ഭാഗ്യം തമ്പുരാൻ എനിക്ക് തന്നു. ഇതിനേക്കാൾ ഒരു ഭാഗ്യം ലോകത്ത് ഇനി കിട്ടുമെന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, ഒരു ആഗ്രഹമില്ല. 2025 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് തുമ്പാണ് ഭദ്രാസന അധിപനായിരിക്കുന്ന ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമനസ്സുകൊണ്ട് എന്നെ ഈ കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. അത് ഒരു വലിയ വിളി ആയിരുന്നു, ദൈവവിളി എന്ന് തന്നെ ഞാൻ പറയും. സാധാരണയായി കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് ഞാൻ പലപ്പോഴും പലരോടും പറയാറുള്ളത്, പരസ്യമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും സ്ഥാനാർത്ഥികൾ, ആഗ്രഹമുള്ളവർ പത്രാപ്രവർത്തകന്മാരോട് ചെന്ന് ചോദിച്ച് ഈ പദവിയിലേക്ക് പ്രവേശിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ചോളം അങ്ങനൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചതേയില്ല. പ്രകടിപ്പിക്കാതെ തന്നെ സീനിയേഴ്സായിട്ടുള്ളതായ പല അച്ഛന്മാരോടും ഈ തിരുമേനി ചോദിച്ച് സ്ഥാനത്തേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. അത് വാസ്തവത്തിൽ നനച്ചിരിക്കാത്ത നാഴികയിൽ സാധാരണ പറയാറുള്ളത് പോലെ ഒരു ദൈവവിളിയായിട്ട് വന്നു. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് സഹധർമ്മിണിയോടും കുഞ്ഞുങ്ങളോടും 2 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരോടും ആലോചിച്ചു. തിരുമേനി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദിച്ചതല്ലേ ആഗ്രഹമുണ്ടോ എന്ന്. അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറയണ്ട, അത് ദൈവഹിതമാണ്, ദൈവവിളിയാണ്, അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ആ പദവിയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ അനുവാദം പറയുകയായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 അനുഭവങ്ങളാണ് ഈ സെമിനാരി പഠനത്തിന് വേണ്ടിയുള്ള ദൈവവിളിയും ഇപ്പോൾ കോർപ്പിസ്കോപ്പായിരിക്കുന്നു എന്നുള്ള ദൈവവിളിയും. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ കുറേ പിതാക്കന്മാരുടെ, അവരുടെ വികാരിമാരായിരിക്കുന്നവരുടെ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ചൂടുപിടിച്ചുള്ളതായ ആത്മീയമായ വളർച്ചയുടെ ഭാഗമാണ്. ദാനിയൽ പീലക്സിനോസ് തിരുമേനിയെ സംബന്ധിച്ചോളം എടുത്തു പറയുവാനുള്ളൊരു സംഗതി, ഈ ഭദ്രാസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം ആത്മീയമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ ദേവാലയത്തിൽ പല പ്രാവശ്യം എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാന സമയം എടുക്കുമ്പോഴാണ് ഞാൻ വൈദിക സെമിനാരി പഠനം പൂർത്തീകരിച്ചിട്ട് വൈദികനാകുവാനുള്ള ആഗ്രഹം, ഡേറ്റ് ഒക്കെ കുറിച്ച് അതിനുവേണ്ടി തയ്യാറാകുന്നു. യൗസേബിയസ് തിരുമേനിയെ സംബന്ധിച്ചോളം അദ്ദേഹം സെമിനാരിയിൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്താലാണ് ഇവിടുത്തെ സഹായ മെത്രാപ്പോലീത്ത ആയിരുന്നതുകൊണ്ട് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ വൈദികനാകുവാനുള്ളതായ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, ആ ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഈ 2 പിതാക്കന്മാരും വൈദിക ശുശ്രൂഷയിലെ പട്ടം തന്ന് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളും എനിക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു വഴിത്തിരിവാണ്.
അഭിവന്യ യൗസേബിയസ് തിരുമേനി പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. അതൊന്നെടുത്ത് ഓർമ്മിപ്പിക്കുവാനേ ഞാൻ ആഗ്രഹിക്കുന്നു. പട്ടണതായ സമയത്തും പരസ്യമായി അദ്ദേഹം പറയുന്നതായ വാക്കുകളാണ്: സത്യസന്ധത, വിശ്വസ്തത, ആത്മാർത്ഥത, തത്വദീക്ഷ. ഈ 4 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. ജീവിതത്തിൽ സത്യസന്ധത വേണം, വിശ്വസ്തത വേണം, ആത്മാർത്ഥത വേണം, തത്വദീക്ഷ വേണം. ഇത് ഉൾക്കൊണ്ടുള്ളതായ ഒരു ജീവിതമാണ് കുടുംബജീവിതവും ഈ ലോകജീവിതവും ഈ പൗരോഹിത്യ ജീവിതവും. അത് താൻ കാത്തുകൊള്ളണം. പിന്നീട് എടുത്ത് പറയുന്ന ഒരു വചനമുണ്ട്. അത് തൻ്റെ പ്രസംഗത്തിലും പറയുന്നതാണ്, വ്യക്തിപരമായിട്ടും പറയുന്നതാണ്. എടോ, പ്രാർത്ഥന എന്ന് പറയുന്നത് ബുദ്ധി മാത്രമല്ല, ഭക്തിയാണ് പ്രധാനം. ഭക്തിയോടെയും പ്രാർത്ഥിക്കണം, ബുദ്ധിയോടെയും പ്രാർത്ഥിക്കണം. ബുദ്ധി മാത്രമായാൽ പ്രാർത്ഥനയാവില്ല. ഭക്തി മുൻപിൽ നിർത്തിക്കൊണ്ട് വേണം ബുദ്ധിപൂർവ്വം പ്രാർത്ഥിക്കേണ്ടത്. അത് സമയനിഷ്ഠയുടെ കാര്യത്തിലും ആത്മാർത്ഥതയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാം ഈ എഴുതി വെച്ച പ്രാർത്ഥനകളിൽ മാത്രമുള്ള ആരാധനയല്ല. നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അത് ദൈവജനത്തിന് കൊടുക്കാനുള്ളതാണ്. വാങ്ങിക്കുന്നതൊക്കെ കിട്ടുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇങ്ങനെ പൂഴ്ത്തി വെക്കാനുള്ളതല്ല. അനുഗ്രഹം പ്രാപിച്ചതൊക്കെ അവിടെ ജനത്തിനും കൊടുക്കണം. സമാധാനം പ്രാപിക്കുന്ന അനുസരിച്ച് മാത്രം അവിടെ സമൃദ്ധിയായി കൊടുക്കുവാനായിട്ട് കഴിയണം. ഇതൊക്കെ അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ വാക്കുകളാണ്. അതെപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടാവും. ഞാൻ പോകുന്നതായ ദേവാലയങ്ങളിലൊക്കെ ഇപ്പോൾ 40ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. 2025 ഒക്ടോബർ 10 തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർ സെറാഫീം തിരുമേനി കോർ എപ്പിസ്കോപ്പസ് സ്ഥാനത്തേക്ക് ഉയർത്തി. ബാല്യകാലം മുതൽ സ്വപ്നം കണ്ട പുരോഹിത വേലയിൽ ഇന്നും പ്രകാശം പരത്തി ശുശ്രൂഷകൾ തുടരുകയാണ് വെരി റവറൻഡ് ഫാദർ ഇടുക്കുള്ള ഡാനിയൽ കോർ എപ്പിസ്കോപ്പ. ഞാനിപ്പോൾ 40ാമത്തെ വർഷമാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ അനുഭവം. 40 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 22ാമത്തെ പള്ളിയാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്, വികാരിയായി സേവനമനുഷ്ഠിക്കുന്നത്. ഒരേ കാലഘട്ടത്തിൽ തന്നെ ഗുജറാത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 6 പള്ളികളോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 40 വർഷത്തിനുള്ളിൽ 22ാമത്തെ പള്ളിയായി റാന്നി കേന്ദ്രമാക്കി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ കരികുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. 1 വർഷത്തിന് മുമ്പ് തുമ്പമൺ ഭദ്രാസനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. 2025 ജനുവരി മുതലാണ് ഇപ്പോൾ കരികുളം പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഈ 22 വർഷത്തിനുള്ളിൽ വലിയ പള്ളികളും ഇടത്തരം പള്ളികളും കൊച്ചു പള്ളികളും എല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ആത്മീയമായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭരണപരമായ കാര്യങ്ങൾ വരുമ്പോൾ ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമാകാതെ ദൈവം തമ്പുരാൻ അനുകൂലമാക്കി എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുവാനുള്ള 2-3 പള്ളികളുടെ കാര്യങ്ങളും അതുപോലെ പുതിയ കോൺഗ്രിഗേഷൻ ബോംബെ ഭദ്രാസനത്തിൽ തുടങ്ങിയതും ഒന്ന് സൂചിപ്പിക്കാം. അങ്ങനെ മല്ലശ്ശേരി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലും നമ്മുടെ പറന്തൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അരമന പള്ളിയിലും കൊടുമൺ സെൻറ്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് പള്ളിയിലും തട്ട കിരുകുഴി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിംഹാസന പള്ളിയിലും അതുപോലെ തന്നെ മാത്തൂർ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലും ഉളനാട് സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ഇടവകയിലും വലിയ പള്ളികളാണ്.
ഏതാണ്ട് 300 വീടുകളിലൊക്കെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഒരു വൈദികൻ മാത്രമേ ഉള്ളൂ, അസിസ്റ്റൻ്റ് വികാരി ഇല്ല. ഒരു ദിവസം തന്നെ ഈ 4-5 പള്ളികൾ, ഞാൻ പറഞ്ഞ പേരുകൾ പറഞ്ഞ പള്ളികളെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം തന്നെ 3-4 പ്രോഗ്രാംസ് കടന്നു വരുമ്പോൾ അത് ഒന്ന് മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ബോംബെ ഭദ്രാസനത്തിൽ ഇരിക്കുമ്പോൾ സൂററ്റ് മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ചുമതലയിലും അതേ കാലഘട്ടത്തിൽ തന്നെ ബറൂച്ച് സെൻറ്റ് ജോർജ് പള്ളിയുടെ ചുമതല ഇരിക്കുമ്പോൾ ഈ സൂററ്റിൽ നിന്ന് കുറേ ദൂരെയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതായ കുറേ ആളുകളുണ്ട്. ബാച്ചിലേഴ്സായിട്ടുള്ളവരാണ്, ഒരു ജോലിക്ക് വേണ്ടി വന്നവരാണ്, ഒരു ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് ഈ പറയുന്ന സൂററ്റ് പള്ളിയിൽ വന്ന് കുർബാന കണ്ട് പോകുവാനായിട്ട്, അനുഭവിച്ച് പോകുവാനായിട്ട് പ്രയാസമുണ്ട്. അപ്പോൾ അവരെന്നെ സമീപിച്ചു, അച്ഛാ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി, ഒരു വീട് കണ്ടെത്തി, അവിടെ താൽക്കാലികമായിട്ട് കുർബാന അർപ്പിക്കുന്നതിനും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തുന്നതിനുള്ളൊരു അവസരം തരണം. പണ്ട് അങ്ങനെ ഒരു അച്ഛൻ ചെയ്തിരുന്നു, ഇപ്പോൾ കുറേ കാലമായി മുടങ്ങിയിരിക്കുക. അച്ഛൻ ചെറുപ്പമായതുകൊണ്ട് ഞങ്ങൾ സമീപിക്കുകയാണ്. ഞാനതിൻ്റെ സാങ്കേതിക വശങ്ങൾ അന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പോൾ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന ആരംഭിച്ചു. മാസത്തിൽ ഒരിക്കൽ സൂററ്റ് ഇടവകയിൽ പോകുമ്പോൾ അതിനനുസരണമായിട്ട് ഉധന യാർഡെന്ന് പറയുന്ന സ്ഥലത്താണ് കുറേ ചെറുപ്പക്കാർ കുടുംബമായിട്ട് ഉള്ളവരും ഉണ്ട്, അപൂർവമായിട്ടുണ്ട്. ഒരു 10-30 പേര് ആ പ്രാർത്ഥനയെ സംബന്ധിച്ചു. അവരുടെ ആഗ്രഹം പറഞ്ഞത്, അച്ഛന് മാസത്തിൽ ഒരിക്കലും ഇതുപോലെ വരുമ്പോൾ ശനിയാഴ്ച ആയാൽ മതി, ഞങ്ങൾക്കൊരു കുർബാന അനുഷ്ഠിച്ച് തരണം എന്ന്. അത് മെത്രാപ്പൊലീത്തായോട് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ തിരുമേനി അത് അനുവദിച്ചു. കൽപ്പന മുഖാന്തരം തന്നെ അവിടെ വിശുദ്ധ കുർബാന മാസത്തിലൊരിക്കൽ നിർവഹിക്കുന്നതിന് ഒരു അവസരമുണ്ടായി. അങ്ങനെ അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പാലൻപൂർ എന്ന് പറയുന്നൊരു സ്ഥലം, മെഹ്സാന മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഭാഗമായിട്ട് അവരും പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് പണ്ട് വന്നിട്ടുള്ളതായ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, അച്ഛന് അത് ഒന്ന് തുടങ്ങി വെക്കണം ആഗ്രഹമാണ് എന്ന്. അതുപോലെ തന്നെ ഭുജ് എന്ന് പറയുന്ന സ്ഥലം രാജസ്ഥാൻ്റെ ബോർഡറാണ്. ഈ 2 സ്ഥലങ്ങളിലും ഒരേ സമയത്ത് തന്നെ ഇതുപോലെ പ്രാർത്ഥന യോഗങ്ങൾ ആരംഭിച്ചിട്ട് തുടർന്ന് ഇവിടെ മെത്രാപ്പൊലീത്തായുടെ അനുവാദത്തോടു കൂടി തന്നെ ഈ 2 സ്ഥലങ്ങളിൽ പാലൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഭുജ് എന്ന് പറയുന്ന സ്ഥലത്തും ഇടവകൾ കോൺഗ്രിഗേഷനായിട്ട് സ്ഥാപിച്ച് മാസത്തിൽ ഓരോ സർവീസ്, ഒന്നുകിൽ അത് ശനിയാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ടായിരിക്കും, അങ്ങനെ ക്രമീകരിച്ച് അവർക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുള്ളതായ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറിട്ട സംഗതിയാണ്. അത് അവരുടെയും ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമായി. എനിക്കും ഔട്ട്സൈഡ് കേരളയിലെ ആ സേവനകാലത്തിൽ ആത്മീയമായ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട്, ദൈവവിളിയുടെ ഭാഗമായിട്ട് കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള അവസരമായി ഞാനത് കാണും. അതുപോലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 22 പള്ളികളിലെ സേവനം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ 40 വർഷത്തിനുള്ളിൽ ആത്മീയമായ ധാരാളം പുരോഗതികൾ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. അത് ദേവാലയങ്ങളിലായാലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായിട്ടും എല്ലാം അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു നീർച്ചാലുകൾ ഒഴുകി എന്ന് തന്നെ ഞാൻ പറയും. ദൈവജനത്തിന് ഇടവക തലത്തിൽ ചെയ്യാവുന്നതായ ശുശ്രൂഷകൾ മാക്സിമം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു. അവർക്കെല്ലാം അത് അനുഭവമായിരുന്നു എന്ന നിലയിൽ തന്നെയാണ് പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളത്.
ഒരു ദേവാലയത്തിൽ നിന്നും വേണ്ടാത്ത വിധത്തിലുള്ളതായ പ്രയാസങ്ങളുണ്ടായി പോകാനിടയായിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. എനിക്ക് ഇടവക ജനത്തോട് പറയാനുള്ളതും സമൂഹത്തോട് പറയുവാനുള്ളതും, ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നാം അനുഭവിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരാധനാ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം ദൈവവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിർവഹിച്ചു കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കും. എല്ലാ ദൈവസന്നിധിയും സമർപ്പിക്കുന്നു. എല്ലാ ഇടവക അംഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരികുളം സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി വെരി റെവറൻ ഫാദർ ഇടുക്കളൂർ ഡാനിയൽ കോർ എപ്പിസ്കോപ്പ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ല.